മക്കളും ഭാര്യയുമായിട്ടുള്ള നല്ല ജീവിതം ഇനി നമുക്ക് ഓർമ്മകൾ മാത്രം. ഈ നഗരത്തിൽ നിന്ന് ദൈവമൊന്ന് വിളിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ കേരളത്തിൽ വൃദ്ധദാനം കൂടി എല്ലാം ഈ ഹിന്ദിക്കാർ നടത്തുന്നതാണ്. ഇതിൽ പേരും ജയിലാണ്. ശരിയാണ്. നമ്മുടെ മക്കൾ ഇന്ന് നമ്മളെ കാണാൻ ഒരിക്കലും വരില്ല. ഇത് കേരളത്തിൽ എല്ലായിടത്തുള്ള കാര്യങ്ങളാണ്. അതെ അതെ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബംഗാളി ആയത് ഇനി കേരളത്തിൻ്റെ തകർച്ച കൂടാൻ കിടക്കും. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. കേരളത്തിൽ മലയാളിയെ കാണാൻ കൊതിയാവുന്നു. അതെ ശരിയാ. ഇവന്മാർ തന്നെയല്ലേ ഉള്ളല്ല. നമ്മളിവിടെ നരയിക്കുന്നു. ഞങ്ങൾക്ക് വിശക്കുന്ന റോബോട്ട് പിന്നെ എന്തെങ്കിലും ഇതിനെ പെട്ടെന്ന് കെട്ട് കൊല്ലാണ്ട് ഇച്ചിരി വിഷം വാങ്ങിച്ചതാ. ഞാൻ എൻ്റെ മകനൊന്ന് വിളിക്കട്ടെ. എൻ്റെ പൊന്നു ജോണി, നീ ആ ഫോണൊന്ന് നിലത്ത് വെച്ച് ബേടാവായി കണ്ട എല്ലാത്തിനെയും കൊല്ലും. എനിക്ക് എൻ്റെ മകനൊന്ന് വിടുക. ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടണം? എങ്ങോട്ട് പോകാൻ? ഇവിടെ തന്നെ മരണോ? മോനെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കട എന്നെ. അച്ഛനെ നോക്കാൻ വേണ്ടി ബായിക്ക് നല്ലൊരു എമൗണ്ട് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ കുഴപ്പം? അച്ഛനെന്ന് വെച്ച് ഞാൻ തിരക്കില്ല. साले बुड्ढे किससे बात कर रहा है? दोबारा देखना नहीं चाहिए, नहीं तुझे तुम सबको जान से मार दूंगा। जब तुझे इधर छोड़ के गया था तब किधर गया था तेरे रिश्ते? दोबारा देखना नहीं चाहिए, नहीं तो जान से मार दूंगा तुम सबको। മരണം വരെ ഹിന്ദിക്കാരുടെ അടിയും തൊഴിയും കൊണ്ട് നമുക്ക് ജീവിതം ഇവിടെ തീർക്കാം. ഇവിടുത്തെ സ്ഥലം എല്ലാം ഹിന്ദിക്കാർ വാങ്ങി. എല്ലാം നശിച്ചു. എല്ലാം വിറ്റ് കഴിച്ച് നമ്മുടെ മക്കൾ പൗരലോകത്തിൽ പോയി സുഖമായി ജീവിക്കും. ഭായിയോ ഓർ ബഹനോ, നമസ്കാർ. ബഹുമാന്യരെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഒരു അവാർഡ് ദാന ചടങ്ങിന് വേണ്ടിയിട്ടാണ്. 2050 മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ D7 റോബോട്ടിനെ ബംഗാൾ സ്വദേശിയായ കേരള മുഖ്യമന്ത്രി അവാർഡ് ദാനം നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മുഖ്യമന്ത്രി ജി, आपका सादर नियंत्रित किया जाता है. भाइयों दोस्तों, आप सभी लोगों को मेरे तरफ से स्वागत करता हूँ. आज मैं जहाँ पर हूँ आप लोगों का वजह से इस मंजिल तक पहुँचा हूँ. मैं आप लोगों को ये आशाएं देता हूँ कि आगे आप लोगों को खेती बाड़ियों का क्या परेशानी है उसके बारे में कैसे आप लोगों को सुविधा किया जाए. റോബോട്ടിലെ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് നൽകുന്നു. പഴയ ആ കേരളം എത്ര മനോഹരമായിരുന്നു നമ്മുടെ ചെറുപ്പകാലമൊക്കെ. ഇപ്പൊ എല്ലാം ബംഗാളികളുടെ കയ്യിലല്ലേ. ബംഗാളി മുഖ്യമന്ത്രി ആയതുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാം. എല്ലായിടത്തും കൊലപാതകവും പീഡനമാണ്. ഇപ്പോഴത്തെ പെരുമ്പാവൂര് ഒരു കുഞ്ഞിനെ ഇന്നലെ അവർ വിളിച്ചു. കഷ്ടം, എന്തൊരു കഷ്ടാവ്, എന്ത് ലോകം. പിഞ്ചു കുഞ്ഞ്. ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ഒരു ശിക്ഷയില്ല. അതാണ് ഇവിടെ ഇത് ഇത്രയും പ്രശ്നമാണ്. അതെ 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 അതെ. അതിന് ഭരിക്കുന്ന ഇവരല്ലേ, പിന്നെ എങ്ങനെയാ ശിക്ഷ കിട്ടുന്നത്? ഇത് തന്നെ കാര്യം. ഇതിനെല്ലാത്തിനും കാരണം പഴയ ആ ഭരണ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട്. അതുകൊണ്ടല്ല നാടിങ്ങനെയായിരുന്നു. അതെങ്ങനെയാ? ഇവിടെ പഠിച്ച ഉന്നത വിദ്യാർത്ഥികളുടെ കുട്ടികളെ മുഴുവൻ വിദേശ സെറ്റിലാവുമല്ലേ. ഇവിടെ ഇപ്പോൾ കുറെ നമ്മളെ പോലെ കുറെ വൃദ്ധന്മാർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മുടെ മക്കൾക്ക് ഇവിടെ ഒരു ജോലി സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ബംഗാളായി മാറില്ലായിരുന്നു. ശരിയാ. അതിനുള്ള സാധ്യത ഓ കഷ്ടം തന്നെ. അതെ അതെ. ആ അതെ, മൊബൈൽ മധ്യ ഷോപ്പ് വന്നിട്ടുണ്ടല്ലോ. മറ്റും വേണോ? ആ ഭായ്, എവിടെ എന്താ? ആസം ജിങ്ങുണ്ട്, പിന്നെ ലഹലഹ ഉണ്ട്,
പിന്നെ ആസം റൈനോ ഉണ്ട്. എന്താ വേണ്ടേ? ഏറ്റവും വില കുറഞ്ഞ ഏതാ ഉള്ളത്? ആസം ചിങ്ങ്. അതെടുക്കാം, അതെടുക്കാം. നാളെ നമുക്ക് 3 പേർക്കും ഒഴിച്ചോ. എന്നാൽ 3 ഒഴിച്ചോ. ആ Cheers. Cheers. 400. Okay. ഞാൻ പൈസ കൊടുക്കാം, നിങ്ങൾ ഷെയർ പൈസയിലേക്ക് തന്നാൽ മതി. ഭായി നാളെ കറക്റ്റ് സമയത്ത് വന്നേ. Okay. कल आएगा. ഓക്കെ ഭായി. അയ്യോ ചിരിക്കാൻ പറ്റില്ല. നീ എന്തിനാ ചിരിക്കുന്നത്? എന്ത് പറ്റി? അതല്ല, പണ്ടൊക്കെ നമ്മൾ എന്തോരം ഒളിച്ചും പാതും കഴിച്ചിട്ടുണ്ട്, എന്തോരം പോലീസുകാർ പെറ്റി തന്നിട്ടുണ്ട്. അതെ അതെ. ഇപ്പൊ അത് പോയിട്ട് ആ കാലം ഓർത്തിട്ട് ചിരിച്ചു പോയതാ. ശരിയാട്ടോ. എന്ത് മാറ്റാ വന്നേ. അതെ അതെ അതെ.